ഫ്രണ്ട്സ്, എവർക്കും പ്രിൻസ് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാറിൻ്റെയൊക്കെ ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് എപ്പോഴാണ് ഗിയർ ഡൗൺ ചെയ്യേണ്ടത്, ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മളത് ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പലർക്കും ഉള്ളൊരു സംശയമാണ്, പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഹമ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ ട്രാഫിക് സിഗ്നൽ, അവിടെയൊക്കെ വെച്ച് വണ്ടി പെട്ടെന്ന് ഓഫായി പോകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുന്നതിലുള്ള കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ കൂടെ കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് വാഹനവുമായിട്ട് അത്യാവശ്യം ഡ്രൈവ് ചെയ്ത് നമ്മുടെ ഒരു 4ാമത്തെ ഗിയറിലാണ് നമ്മുടെ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏറെക്കുറെ ഒരു 45-50 ആ റേഞ്ചിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ആ ഒരു വളവിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് എന്ത് ചെയ്യണം, സ്പീഡ് കുറയ്ക്കണം. സ്പീഡ് കുറയ്ക്കുമ്പം എനിക്ക് എന്ത് ചെയ്യണം, ആദ്യം ജസ്റ്റ് ഞാൻ ബ്രേക്കൊന്ന് ചവിട്ടി, ക്ലച്ചും ചവിട്ടി, 3rd ഗിയർ വെച്ചു. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നാം എന്തുകൊണ്ട് ഇവിടെ സെക്കൻഡ് വെച്ചുകൂടാ അല്ലെങ്കിൽ ഫസ്റ്റ് വെച്ചുകൂടാ എന്ന് സ്വാഭാവികമായിട്ട് തുടക്കക്കാർക്കാണെങ്കിൽ ഉറപ്പായിട്ടും തോന്നും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വാഹനത്തിൻ്റെ സ്പീഡ് അനുസരിച്ചാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഗിയർ ചേഞ്ച് ചെയ്യുന്നത്. അത് മേലോട്ടായാലും ശരി തന്നെ, താഴോട്ടായാലും ശരി തന്നെ. അതുപോലെ തന്നെ കയറ്റം വാക്ക്, അതൊക്കെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ചാണ്. നമ്മളിപ്പോൾ 4th ഗിയറിലിട്ട് ഒരു കയറ്റം കയറുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി എന്ത് ചെയ്യും, ഒന്ന് അറയ്ക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി മൂവ് ആവാത്തൊരു ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഗിയർ ഡൗൺ ചെയ്യുക. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ മിക്കവാറും നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ സെക്കൻഡോ ഫസ്റ്റോ ഗിയർ തന്നെയായിരിക്കും അവിടെ ആവശ്യം വരുന്നത് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ 3ാമത്തെ ഗിയറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വളവും ഈ ഒരു കയറ്റമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഞാൻ അടുത്ത്, ഇതൊക്കെ ചെറിയ കയറ്റങ്ങളാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ നമ്മുടെ വാഹനം എന്ത് ചെയ്യും, കയറിപ്പോവും. പക്ഷെ വളവൊക്കെ എത്തുമ്പോൾ മാത്രം എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്യുക. ഇപ്പോൾ ഇവിടെയൊക്കെ സ്ലോ ചെയ്യുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഗിയർ ഡൗൺ ചെയ്യേണ്ട കാര്യമില്ല, കാരണം വണ്ടിയുടെ സ്പീഡിൽ എന്ത് ചെയ്യുന്നില്ല, വലിയ വ്യത്യാസം വരുന്നില്ല. നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ അറിയാം, 3ാമത്തെ ഗിയറിൽ പറയുമ്പോൾ എനിക്കിതാ 40 കിലോമീറ്ററിൻ്റെ അകത്ത് മാത്രമാണ് വാഹനത്തിൻ്റെ ഇപ്പോൾ വേഗത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കുറച്ചുകൂടെ വേഗത കൂട്ടുകയാണ് കേട്ടോ. 40-ന് മേലെയായി. ഞാൻ അപ്പോൾ ഗിയർ അടുത്ത് വീണ്ടും നമ്മുടെ 4th ഗിയറിലോട്ട് വയ്ക്കുകയാണ് കേട്ടോ. 4th ഗിയറിലോട്ട് നമ്മൾ വെച്ചു. ഇവിടെ എത്തുമ്പോൾ എനിക്ക് സ്ലോ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആദ്യം ബ്രേക്ക് ചവിട്ടി ജസ്റ്റ് സ്ലോ ചെയ്തു. ഇവിടെ ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു 30-നും താഴെ വന്നിട്ടുണ്ട്. എനിക്കിവിടെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് വയ്ക്കുക എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത്. 20 എത്തി. ഓക്കെ, 20 എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെക്കൻഡിലേ പോകാൻ പറ്റുള്ളൂ. 3rd ആണ് വയ്ക്കുന്നതെങ്കിൽ വണ്ടി എന്ത് ചെയ്യും, കിടന്ന് പതറെന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു വൈബ്രേഷനും, നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ മൂവ് ആവില്ല. പിന്നെ വണ്ടി ഒരു എഞ്ചിൻ ഇടിച്ച് നമ്മുടെ വണ്ടി ഓഫായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓർമ്മിച്ച് ഗിയർ ഡൗൺ ചെയ്യുക എന്നുള്ളത്. അതായത് സ്പീഡിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഗിയർ ഡൗൺ ചെയ്യുക. അതുപോലെ തന്നെ മേലോട്ടാക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി അടുത്തതാ, ഇപ്പോൾ 30-ന് മേലെയായി സ്പീഡ്. ഓക്കെ, 30-ന് മേലെ ആയിട്ടുണ്ട്. 40 അടുപ്പിച്ചായി. ഞാൻ 3ാമത്തെ ഗിയർ വെച്ചു. വീണ്ടും അടുത്ത് കുറച്ചുകൂടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ വണ്ടിയുടെ സ്പീഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത് വീണ്ടും ഗിയർ മേലോട്ടാക്കണം. ഓക്കെ, ഇപ്പോൾ കുറച്ചുകൂടെ ഒരു 50 ആ റേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് 4th ഗിയർ വെച്ചു. നമുക്ക് മുന്നിൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. കണ്ടല്ലോ, അത്യാവശ്യം മുന്നിൽ നിന്ന് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ എല്ലാ വാഹനങ്ങളും ഈ ഒരു സ്പീഡിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും എനിക്ക് ഇവിടെ എത്തുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലോ ചെയ്തേ പറ്റൂ, കാരണം ഇനിയും സ്പീഡ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ തട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള സ്പേസൊന്നും അവിടെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം, സ്പീഡ് കുറച്ചേ പറ്റുള്ളൂ. വീണ്ടും ഒരു 40 എത്തി. ഞാൻ വീണ്ടും എന്ത് ചെയ്തു, 3ാമത്തെ ഗിയർ വെച്ചു. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മളെ വാഹനത്തിൻ്റെ സ്പീഡ് കുറയുന്നതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഗിയർ ഡൗൺ ചെയ്യാൻ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഒരു കിലോമീറ്റർ കണക്കൊക്കെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പവറൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, വ്യത്യാസം വരും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഹമ്പുണ്ട് കേട്ടോ. ഞാൻ അതിന് മുമ്പ് ഒരു 4ാമത്തെ ഗിയർ ആക്കുകയാണേ. ഓക്കെ, അവിടെ നമുക്കൊരു ഹമ്പുണ്ട് കണ്ടോ. ആ ബസ് എത്തിയ ആ ഒരു പോയിന്റിൽ നമുക്കൊരു ഹമ്പുണ്ട്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് സ്ലോ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഇപ്പോഴേ സ്ലോ ചെയ്തു, ബ്രേക്ക് ചവിട്ടി സ്ലോ ചെയ്തു, ക്ലച്ച് ഫുള്ള് ചവിട്ടി. ഇവിടെ എനിക്ക് 2nd ഗിയറിലാണ് ഞാനിപ്പോൾ പോകുന്നത് കണ്ടോ. 2nd ഗിയറിൽ പോയി വീണ്ടും ക്ലച്ച് പതിയെ എന്ത് ചെയ്തു, റിലീസ് ചെയ്തു, ആക്സിലേറ്റർ ചെറിയ രീതിയിൽ കൊടുത്തു, പോയി. ഓക്കെ, ഈ ഒരു രീതിയിൽ വേണം ഹമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ ഇറക്കാം. മിക്കവാറും ഹമ്പൊക്കെ 2nd ഗിയറിലായിരിക്കും പോകുന്നത്. ഇനി അത്യാവശ്യം കയറ്റത്തിലുള്ള ഹമ്പാണ് എങ്കിൽ നമ്മൾ അവിടെ 1st ഗിയർ വയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇതായാലും നമുക്ക് അത്യാവശ്യം സ്ലോ ചെയ്ത് അങ്ങ് പൊയ്ക്കോളൂ. നോക്കിക്കോ, ഇവിടെ എനിക്കിപ്പോൾ ഫസ്റ്റ് വയ്ക്കണം കേട്ടോ, കാരണം ഞാൻ ബ്രേക്ക് ചവിട്ടിയത് ലേശം കൂടിപ്പോയി. ജസ്റ്റ് വാഹനം നിന്നാണ് എന്ത് ചെയ്തത്, മൂവ് ആയത്. അപ്പോൾ 1st ഗിയർ വച്ചില്ല എങ്കിൽ അവിടെ എന്ത് ചെയ്യുമായിരുന്നു, വണ്ടി ഓഫ് ആകുമായിരുന്നു. ഓക്കെ, അപ്പോൾ സ്പീഡും കണ്ടല്ലോ, ഏറെക്കുറെ 10-ന് താഴെ എത്തി. ഓക്കെ, ഇപ്പോൾ അടുത്ത് വീണ്ടും 20 അടുപ്പിച്ചായിട്ടുണ്ട്. ഓക്കെ, 20 ആയപ്പോൾ ഞാൻ 2nd ഗിയർ വെച്ചു. അടുത്തൊരു 30 കഴിയുമ്പോൾ നമുക്കൊരു 3rd വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, 30 കഴിഞ്ഞപ്പോൾ അടുത്ത് 3rd വെച്ചു. വീണ്ടും സ്പീഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, ഗിയർ ഇതുപോലെ മേലോട്ടാക്കുക. ഓക്കെ, ഇവിടെ പിന്നെ നമുക്ക് അത്യാവശ്യം കട്ടറുള്ള റോഡൊന്നും ഇവിടെ ഇപ്പോൾ അവൈലബിൾ അല്ല കേട്ടോ, ഈ പോകുന്ന വഴിക്ക്. അല്ലെങ്കിൽ അവിടെയൊക്കെ ആണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്തേ പോകാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ, ചിലപ്പോൾ സെക്കൻഡിൽ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ച് ദൂരം പോകേണ്ടതായിട്ട് വരും. ആ സ്പീഡ് അനുസരിച്ചാണ് നമ്മൾ ഗിയർ എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കയറ്റം വാക്കിൽ 4th ഗിയറിൽ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ആ 4th ഗിയറിൽ ആ ഒരു സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ 4th ഗിയർ ആണെങ്കിൽ എങ്ങനെ പോയാലും നമ്മുടെ വാഹനത്തിന് ഒരു 40 മേലെ ഒരു 50 ആ റേഞ്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വണ്ടിയുടെ സ്പീഡ് വേണം. സ്പീഡില്ല എങ്കിൽ എന്ത് ചെയ്യും, ഓഫായി പോകും അല്ലേ. അപ്പോൾ കയറ്റം വാക്കിൽ എന്തായാലും ആ ഒരു സ്പീഡിൽ നമുക്ക് കയറാനായിട്ട് പറ്റില്ല. അവിടെ ചിലപ്പോൾ ഒരു 20 25 ആ റേഞ്ചൊക്കെ ആയിരിക്കും ഒരു കയറ്റം വാക്ക്, നല്ലൊരു കയറ്റം വാക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ സെക്കൻഡ് ഗിയറോ ഫസ്റ്റ് ഗിയറോ ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള മുന്നിലുള്ള ഏക വഴി. വാഹനം നിർത്തുന്ന ടൈമിൽ ഗിയർ ഡൗൺ ചെയ്യുന്ന കാര്യം ഓക്കെ, പലർക്കുള്ളൊരു സംശയമാണ്. നമുക്ക് പോകുന്ന ഗിയറിൽ വാഹനം നിർത്തിക്കൂടെ, അതല്ലെങ്കിൽ വീണ്ടും ഗിയർ ഡൗൺ ചെയ്യണോ, ഫസ്റ്റൊക്കെ ആക്കിയിട്ടാണോ വാഹനം നിർത്തേണ്ടത്, അങ്ങനെയൊക്കെയുള്ള പല സംശയങ്ങളും വരും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഇതനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നിർത്താനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ 3ാമത്തെ ഗിയറിൽ വാഹനം നിർത്താനായിട്ട് പോവുകയാണ്. ഇവിടെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടു. ഓക്കെ, പുറകിൽ നിന്ന് വേറെ വാഹനമൊന്നുമില്ല, അവിടെ അത്യാവശ്യം സ്പേസും ഉണ്ട്. 3ാമത്തെ ഗിയറിലാണ്. വണ്ടി ഒന്ന് സ്ലോ ആയി, ക്ലച്ച് ഫുള്ള് ചവിട്ടി. ഇപ്പോൾ ഞാൻ ബ്രേക്കിലാണ് എന്ത് ചെയ്തത്, അഡ്ജസ്റ്റ് ചെയ്താണ്, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചവിട്ടിയാണ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തത്, വാഹനം നിർത്തിയത്. കണ്ടോ, 3ാമത്തെ ഗിയറിൽ തന്നെയാണ് വാഹനം നിർത്തുന്നത്. ഇനി ചെറിയൊരു കയറ്റം വാക്കാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ക്ലച്ച് ചവിട്ടിയപ്പോൾ വണ്ടി അത്യാവശ്യം ഉരുണ്ട് വരുന്നൊരു രീതിയിലായിരുന്നു. ഓക്കെ, ക്ലച്ച് ചവിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് തള്ളിയാൽ ഉരുണ്ട് പോകും. ആ കണക്കിനാണ് ഇപ്പോൾ വണ്ടി വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു ഇത്രയും നേരം വന്ന സ്പീഡിൻ്റെ ഒരു പവറിലാണ് വണ്ടി വന്നുകൊണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അതേസമയം ചെറിയൊരു കയറ്റം വാക്കാണെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതുപോലെ പോകില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഗിയർ ഡൗൺ ചെയ്യണം. ഓക്കെ, സെക്കൻഡോ ഫസ്റ്റോ ആയിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇനി അത്യാവശ്യം ഇവിടെ ഇപ്പോൾ ഒതുക്കാൻ നമുക്ക് സ്പേസ് ഇല്ല, കുറച്ചൊന്ന് ചവിട്ടി നിർത്തിയിട്ട് ആണ് നമ്മൾ കുറച്ചൊക്കെ കയറ്റി വരുന്നത്. അല്ലെ, വാഹനം നിർത്തിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഗിയർ വയ്ക്കുക, വെച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, മുന്നോട്ട് എടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അതുപോലെ തന്നെ ഈ നിർത്തുന്ന കാര്യം വേറൊന്നുമില്ല, നമുക്ക് 3ാമത്തെ ഗിയറിലോ 4ാമത്തെ ഗിയറിലോ ഒക്കെ എന്ത് ചെയ്യുക, വാഹനം നിർത്താം, ഒരു കുഴപ്പമില്ല. വാഹനത്തിൻ്റെ സ്പീഡാണ് മെയിൻ. ഇപ്പോൾ വണ്ടി ഓഫ് ആവാത്തതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ബ്രേക്കിനോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ചവിട്ടി, ക്ലച്ച് കൂടെ ചവിട്ടി. ക്ലച്ച് ചവിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടി ന്യൂട്രൽ പോയിന്റ് പോലെ ആയിരിക്കും. ഓക്കെ, ക്ലച്ച് ഫുള്ള് ചവിട്ടുമ്പോൾ ന്യൂട്രൽ പോയിന്റ് പോലെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാൻ എന്ത് ചെയ്തത്, നിർത്തിയത്. അതേസമയം ഞാൻ ഇപ്പോൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി, എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് എടുക്കണം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വന്ന ഗിയറിൽ നടക്കില്ല. ഓക്കെ, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാഹനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾ ഓടിക്കുന്ന വാഹനം ഏതാണോ അതിൻ്റെ സ്പീഡും മറ്റുമൊക്കെ അനുസരിച്ച് ഗിയർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുക. നമ്മളിപ്പോൾ നിർത്തുകയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ കണക്കിന് നമുക്ക് നിർത്താം. ഇപ്പോൾ ട്രാഫിക്കിലായാലും ശരി തന്നെ, ഒരു ട്രാഫിക് സിഗ്നലോ നമുക്ക് വാഹനം നിർത്തണം. നമ്മൾ അത് കണ്ട ഉടനെ ഇപ്പോൾ 4th പോകുന്ന വാഹനം ആദ്യം 3rd വെച്ചു, പിന്നെ 2nd വെച്ചു, പിന്നെ ഫസ്റ്റ് വെച്ചു, അങ്ങനെ പോകണമെന്നുള്ള യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, നമുക്ക് ആ ന്യൂട്രൽ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഗിയറിലോട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, മാറാനായിട്ട് പറ്റും. പക്ഷേ വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് മാത്രം അതെന്ത് ചെയ്യുക, കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഈ പറഞ്ഞ സിഗ്നൽ ആണെങ്കിൽ നമ്മൾ ചവിട്ടി നിർത്തുമ്പോൾ ബ്രേക്കിനോടൊപ്പം തന്നെ എന്തുകൂടെ ചവിട്ടുക, ക്ലച്ച് കൂടെ ചവിട്ടുക എന്നുള്ളതാണ് പ്രധാന കാര്യം. ഓക്കെ, അപ്പോഴേ വണ്ടി ഓഫ് ആകാതെ നിർത്താനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ടും വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഗുഡ് ബൈ.